ഹായ് ഹലോ ടെക് ടിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കണം. നമ്മുടെ ഈ ഒരു ചാനലിൽ ഒത്തിരി ജോബിൻ്റെ വാക്കൻസീസ് പരിചയപ്പെടുത്താറുണ്ട്. അതിൽ നമുക്ക് IT ജോബ്സ്, അതുപോലെ തന്നെ ബാങ്കിങ് ജോബ്സ്, ഗവൺമെൻറ് ജോബ്സ് എന്നിങ്ങനെ പലതരത്തിലുള്ള ജോബുകൾ നമ്മൾ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്താറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഫുൾ ടൈം ജോബ് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഫീൽഡിൽ വരുന്ന ജോബിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ വന്നിരിക്കുന്ന 1007 അപ്രൻറ്റിസ് ഒഴിവുകളെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത്രയും വാക്കൻസീസ് വന്നിട്ടുണ്ട് കേട്ടോ. അത് പല സ്ട്രീമിൽ പെട്ട വാക്കൻസീസാണ്, പല കാറ്റഗറിയിലുള്ള ജോബ് ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ITI മാത്രം മതി. അതിലേതെങ്കിലുമൊക്കെ സ്ട്രീമിൽ പഠിച്ചവരായിരുന്നാൽ മതി. പിന്നെ പ്രത്യേകിച്ച് എക്സാമോ അതല്ലെങ്കിൽ അങ്ങനത്തെ ബേസ്ഡ് ആയിട്ടുള്ള ഫീസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോവാം. എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള ക്രൈറ്റീരിയാസ് എന്താണെന്നുള്ളതൊക്കെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ എല്ലാത്തിലും അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ വന്നിരിക്കുന്ന അപ്രന്റിഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 1007 വാക്കൻസീസ് ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. 10ാം ക്ലാസ്സും ITI ആണ് യോഗ്യതയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുള്ളവർക്കൊക്കെ ഈ ഒരു മേഖലയിൽ വരുന്ന ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് 2 എണ്ണമാണ്. ഒന്ന് നാഗ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഡിവിഷനിലും രണ്ടാമത്തെ മോത്തിബാഗ് വർക്ക്ഷോപ്പ് ഡിവിഷനിലാണ് നമുക്ക് ട്രെയിനിങ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്രൻറ്റിസ് ജോലി ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 വർഷമാണ് വരുന്നത്. 1 വർഷം ട്രെയിനിങ് പീരീഡ് പോലെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് സാലറി പോലെ സ്റ്റൈഫൻഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. സോ അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് മറ്റുള്ള ജോബിന് അപ്ലൈ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ അകത്ത് വിവിധ ട്രേഡുകളിലായിട്ടാണ് വാക്കൻസീസ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒഴിവും മറ്റുള്ള അനുബന്ധ കാര്യങ്ങളും ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വന്നിട്ട് സൗത്ത് ഈസ്റ്റ് ഇന്ത്യൻ റെയിൽവേ .gov.in എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഇവിടെ കാണുന്ന ഈ ഒരു ലിങ്കാണ്. അത് നിങ്ങൾ അതുപോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് ഏറ്റവും മുകളിലായിട്ട് ന്യൂസ് ആൻഡ് റിക്രൂട്ട്മെൻറ്റ്സ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് വരും. നാഗ്പൂർ ഡിവിഷനിൽ കിടക്കുന്നുണ്ടായിരിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ അകത്ത് നാഗ്പൂർ ഡിവിഷനിലെ പല ട്രേഡുകളിലായിട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത്. അതിൽ ചിലത് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഫിറ്റർ, അതുപോലെ തന്നെ കാർപ്പൻറ്റർ, വെൽഡർ, കോപ്പ ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ, അതുപോലെ തന്നെ സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ്, പ്ലംബർ, പെയിൻറ്റർ, വയർമാൻ, അങ്ങനത്തെ മുതലായ പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോന്നിലും ഏതിലാണോ താല്പര്യമുള്ളത് ആ ഒരു പെർട്ടിക്കുലർ സ്ട്രീമിൽ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ അതിൽ ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ ഓപ്ഷൻസ് കാണാം. അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഏത് പോസ്റ്റിലോട്ടാണെന്നുള്ളത് അത് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ അകത്ത് മുൻപ് ഏതെങ്കിലും സ്ട്രീമിൽ അപ്രൻറ്റിസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ന്യൂ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ യോഗ്യതകളിലോട്ട് പോകാം. ഇതിൻ്റെ അകത്ത് വരുന്ന പ്രായം വരുന്നത് 24 വയസ്സിന് കൂടാനായിട്ട് പാടില്ല. അപ്പോൾ അതിനുള്ളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ മെൻഷൻ ചെയ്തതുപോലെ എക്സാമോ മറ്റുള്ള ഇൻ്റർവ്യൂ പ്രൊസീജിയർ അങ്ങനെയല്ല. നമുക്ക് ഇതിൻ്റെ ITI പഠിച്ച അല്ലെങ്കിൽ അതിനോട് തത്തുല്യമായിട്ടുള്ള ഇപ്പോൾ ചില പോസ്റ്റിന് SSLC ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മാർക്ക് ബേസ്ഡ് ആയിട്ടായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത്. പ്യുവർലി മെറിറ്റ് ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും. ഇനി 2 പേർക്ക് ഒരേപോലത്തെ മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ് വൈസ് ആയിട്ടുള്ള വാല്യൂ നോക്കിയിട്ടായിരിക്കും ഇവർ സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നത്. ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ തന്നെ www.apprenticeshipindia.gov.in എന്ന ആ ഒരു പോർട്ടലിലൂടെയാണ് നിങ്ങൾ ആദ്യം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അവസാനത്തെ തീയതി വന്നിട്ട് മെയ് 4-ാം തീയതിയാണ്. അതിൻ്റെ അകത്ത് ജസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം. ദെൻ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഈ ഒരു പോസ്റ്റിലോട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അങ്ങനെ 2 തരത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സാധാരണ അപ്രൻറ്റിഷിപ്പൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അപ്രൻറ്റിഷിപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ മെയ് 4-ാം തീയതി വരെ സമയമുണ്ട്. നല്ലൊരു ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ്. താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ITI മാത്രമേ യോഗ്യത ആവശ്യമുള്ളൂ.
അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് ലഭിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബിൻ്റെ വേക്കൻസിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.